കുട്ടികളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി സൂര്യ എന്ന മനുഷ്യൻ ഒരു ദൈവ തുല്യനായ മനുഷ്യനാണെന്ന് ഞാൻ പറയും. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് സൂര്യയെക്കുറിച്ചാണ്. അപ്പോൾ സൂര്യയുടെ ജീവിതകഥ പറയാനോ അല്ലെങ്കിൽ സൂര്യ ഇങ്ങനെ പൊഴുത്താൻ വേണ്ടിയല്ല ഇന്നത്തെ വീഡിയോ. സൂര്യ എന്ന മനുഷ്യനിൽ നിന്ന്, അതായത് സൂര്യ എന്ന സിനിമാ നടനിൽ നിന്നുപരി സൂര്യ എന്ന മനുഷ്യനിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കണ്ടുപഠിക്കാവുന്ന 7 ഗുണപാഠങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സൂര്യയിൽ നിന്ന് നമുക്ക് കണ്ടുപഠിക്കാവുന്ന ആദ്യത്തെ ഗുണപാഠം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ചുറ്റും ഒരുപാട് സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ സൂര്യ എന്താണെന്ന് വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞാൽ സൂര്യ അഗരം ഫൗണ്ടേഷൻ എന്നൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട ഫണ്ടും അവരുടെ എല്ലാ ചിലവുകളും വഹിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അതുവഴി ആ ഒരു ഓർഗനൈസേഷൻ്റെ സഹായത്തോടെ ആയിരക്കണക്കിന് പാവപ്പെട്ട കുട്ടികൾ അതിൻ്റെ സഹായത്തോടെ പഠിച്ച് സമൂഹത്തിൽ വലിയ വലിയ നിലകളിൽ, അതായത് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, നഴ്സുമാർ ഉൾപ്പെടെ വലിയ വലിയ നിലയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സൂര്യയുടെ ചിന്തയും പ്രവൃത്തിയും എന്ന് പറഞ്ഞാൽ എങ്ങനെ സമൂഹത്തിൽ താഴ്ത്തി കിടക്കുന്നവരെ എങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ സമൂഹത്തിൽ പിന്നോട്ട് നിൽക്കുന്നവരെ എങ്ങനെ മുന്നോട്ടെത്തിക്കാം, ഇതാണ് സൂര്യയുടെ ചിന്തയും സൂര്യയുടെ പ്രവൃത്തിയും തന്നെ. നമുക്ക് നമ്മുടെ ഇത് ഈ കാര്യം നമ്മൾ രാജ്യം ഭരിക്കുന്നവർ, അപ്പം രാജ്യം ഭരിക്കുന്നവരെന്ന് പറയുമ്പോൾ ഇപ്പം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും ഭാവിയിൽ ഇനി രാജ്യം ഭരിക്കാനുള്ളവരും അവർക്കും ഇത് കണ്ട് മാതൃകയാക്കാന്നുള്ളതാണ് സൂര്യയുടെ ഈ ഒരു പ്രവർത്തനം. സൂര്യ എന്ന മനുഷ്യനിൽ നിന്ന് നമുക്ക് കണ്ടുപഠിക്കാവുന്ന രണ്ടാമത്തെ ഗുണപാഠമാണ് ബി ഹംബിൾ, അഥവാ എളിമയുള്ളവരായിരിക്കുക എന്നത്. ഇപ്പം നമുക്കറിയാം സൂര്യ ജനിക്കുന്നത് തന്നെ ഒരു സിനിമ നടന്ന ഫാമിലിയിലാണ്. സൂര്യയുടെ അച്ഛൻ VS ശിവകുമാറും ഒരു ഫിലിം സ്റ്റാർ തന്നെയായിരുന്നു. അപ്പോൾ പക്ഷെ നമ്മൾ സൂര്യയുടെ ബാല്യകാലം നോക്കുകയാണെങ്കിൽ, നമ്മുടെ സൂര്യയുടെ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ സാധാരണക്കാരെ പോലെ തന്നെയാണ്, സാധാരണക്കാരോട് ഇടപഴകി തന്നെയാണ് സൂര്യ ജീവിച്ചത്. അതുപോലെ തന്നെ ഒരു പ്രധാന ഇൻസിഡൻ്റ് ഉള്ളത്, സൂര്യ കോളേജ് പഠനത്തിന് ശേഷം ഫാക്ടറി ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഫാക്ടറിയിലെ മാനേജർ പോലും ഏകദേശം 8 മാസത്തോളം സൂര്യ ശിവകുമാറിൻ്റെ മകനാണെന്ന കാര്യം സൂര്യ പറയാതെയാണ് അവിടെ ജോലി ചെയ്തത്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഇത് നമുക്ക് എന്താണ് മനസ്സിലാക്കാത്തത്? അപ്പോൾ സാധാരണ നമ്മൾ ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് പറഞ്ഞാൽ ഈ ജാതിയിൽ ജനിക്കുന്നവരെന്തോ ഭയങ്കര സംഭവമാണെന്നും സാധാരണ താഴെ ജാതി ജനിക്കുന്നവരൊക്കെ ഇവരെന്തോ കുറഞ്ഞ ആളിലാണെന്നും. പക്ഷേ ഇവിടെ സൂര്യ വളരെ ബഹുമാനിക്കപ്പെട്ട ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറിൻ്റെ മകനായിട്ട് പോലും സൂര്യ ഒരിടത്തും വെളിപ്പെടുത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ സൂര്യ ഭയങ്കര പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സൂര്യ എന്തോ ഭയങ്കര സംഭവമാണ് എന്ന് ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടോടെ എല്ലാവരും കാണണം എന്നൊരു സംഭവം സൂര്യയുടെ മനസ്സിലേ ഇല്ല. ആ ഒരു കാര്യമാണ് നമുക്ക് സൂര്യ എന്ന് രണ്ടാമത് കണ്ടുപഠിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ബി ഹംബിൾ, അഥവാ എളിമയുള്ള ആളായിരിക്കുക എന്നത്. സൂര്യയെക്കുറിച്ചുള്ള ഈ ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സൂര്യയ്ക്ക് പണ്ട് ഫിലിം സ്റ്റാർ ആവണമെന്നല്ലായിരുന്നു ആഗ്രഹം, ഒരു ബിസിനസ് മാൻ ആകണമെന്നായിരുന്നു ആഗ്രഹം. ഫിലിമിൽ അഭിനയിക്കണമെന്നൊരു താല്പര്യമില്ലായിരുന്നു. പിന്നീട് ആസ എന്നൊരു ഫിലിം സൂര്യ വെച്ച് എടുക്കാനിരുന്നു, സൂര്യ പിന്മാറി. അജിത്ത് അഭിനയിച്ച കഥകളൊക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാത്തത്. അപ്പോൾ ആ ഒരു രീതിയിൽ സൂര്യ എന്ന് കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ഗുണമായ എളിമ അല്ലെങ്കിൽ ഹംബിൾനെസ്, ഇത് നമുക്ക് മനസ്സിലാക്കാന്നുള്ളതാണ്. സൂര്യ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ള മൂന്നാമത്തെ ഗുണപാഠം എന്ന് പറയുന്നത് വിമർശനങ്ങളിൽ തളരാതിരിക്കുക എന്നതാണ്. എന്ന് സൂര്യ അഭിനയിച്ച ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നേർക്കുനേർ എന്നാണ്. 1997 തലപതി വിജയുടെ കൂടെയാണ് ഫസ്റ്റ് ഫിലിം അഭിനയിക്കുന്നത്. അപ്പോൾ ആ ഫിലിം കുഴപ്പമില്ലാതെ ഓടി. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും പിന്നീട് വന്ന ഫിലിമുകളൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് ഫ്ലോപ്പുകളായിരുന്നു. അപ്പോൾ സൂര്യക്കെതിരെ ഒരുപാട് വിമർശനം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ VS ശിവകുമാറിൻ്റെ പേര് നശിപ്പിക്കാൻ വന്നതാണ്. അതുപോലെ തന്നെ നെപ്പോട്ടിസത്തിൻ്റെ രൂപത്തിൽ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. അപ്പോൾ സൂര്യ അന്നേ പിന്മാറിയിരുന്നെങ്കിൽ, ഈ വിമർശനങ്ങളൊക്കെ കേട്ട് മനസ്സ് തളർന്ന് അന്നേ പിന്മാറിയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് നടിപ്പിൻ നായകൻ സൂര്യ ഉണ്ടാവില്ലായിരുന്നു, ഇന്ന് നമ്മൾ കാണുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ വിമർശനങ്ങളിൽ തളരാതിരിക്കുക എന്നതാണ് സൂര്യ എന്ന് കണ്ടുപഠിക്കുക എന്നുള്ള നാലാമത്തെ ഗുണപാഠം എന്ന് പറയുന്നത് സൂര്യ ഫാമിലി ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റും പല സെലിബ്രിറ്റീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് അല്ല, പല സെലിബ്രിറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ പല ഡിവോഴ്സൊക്കെ ആയിരിക്കും, ചിലപ്പോൾ 2-3 കല്യാണം കഴിച്ചവരായിരിക്കും, എങ്ങനെയാണെങ്കിലും. പക്ഷേ നമ്മൾ സൂര്യ ജ്യോതിക ദമ്പതികളെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അവർ ശരിക്കും ഒരു മാതൃകാ ദമ്പതികളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ അവരുടെ മാരേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ഉണ്ട്, അതാണ് കേരള മാരേജ് സിസ്റ്റം വിചിത്രമാണെന്ന ടോപ്പിക്ക്. ഒരാഴ്ച കൊണ്ട് 1000 വ്യൂവർ എൻ്റെ ഒരേ ഒരു വീഡിയോ ആണ്. അത് പറഞ്ഞ പോലെ ഇങ്ങനെ മാട്രിമോണി രജിസ്റ്റർ ചെയ്ത് അങ്ങനെ സംഭവമില്ല. അവർ തമ്മിൽ ക്യാരക്ടർ മാച്ച് ചെയ്യുന്നുണ്ടെന്ന് നോക്കി അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു. ഇപ്പം കുഴപ്പമില്ലാതെ അവർ ഒരു മാതൃക ദമ്പതിയായിട്ട് ജീവിച്ചു പോകുന്നു. ആ വീഡിയോ വന്നൊരു കമൻറ്റിന് ഞാൻ റിപ്ലൈ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. പക്ഷേ വീഡിയോയിലല്ല, ആ കമൻറ്റ് സെക്ഷനിൽ തന്നെ. പിന്നെ ഇത് വീഡിയോ കാണാൻ ഒരുപാട് സൂര്യ ഫാൻസ് വരും. അപ്പോൾ അവരുടെ ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് പിന്നീട് ഒരു റിപ്ലൈ തരാമെന്ന് പറഞ്ഞ കമൻറ്റ് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തോളാം. സൂര്യയിൽ നിന്ന് അടുത്ത് കണ്ടുപഠിക്കാവുന്ന ഗുണപാഠമാണ് ഡെഡിക്കേഷൻ ആൻഡ് കൺസിസ്റ്റൻസി എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വാരണവാരം പോലത്തെ സിനിമകളിൽ സൂര്യ നടത്തിയ ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ സൂര്യ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീൽഡിൽ അദ്ദേഹത്തിന് ആ ഒരു ഫീൽഡിലുള്ള ആ ഒരു ഡെഡിക്കേഷനും അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇവിടെ പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരു ബോഡി നമുക്ക് അച്ചീവ് ചെയ്തെടുക്കണമെങ്കിൽ, നാച്ചുറലി അച്ചീവ് ചെയ്തെടുക്കണമെങ്കിൽ പെട്ടെന്ന് 1-2 മാസം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതിനുവേണ്ടി ഒരുപാട് കാലത്തെ പരിശ്രമങ്ങളും ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല സ്ട്രിക്റ്റ് ആയ ഡയറ്റ് ഫോളോ ചെയ്യണം, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല, അതുപോലെ ഇത്ര സമയം വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതൊരു നീണ്ട കാലം ആ ഒരു ഒരു എക്സസൈസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു പരിശ്രമങ്ങൾ നടത്തുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്.
അപ്പോൾ അടുത്ത ഒരു കണ്ടുപഠിക്കാനുള്ള പാഠം ഡെഡിക്കേഷൻ ആൻഡ് കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. ഇത് നമുക്ക് കണ്ടുപഠിക്കാനുള്ള 5ാമത്തെ ഗുണപാഠമാണ് സാമൂഹിക തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുക എന്നത്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലാണെങ്കിലും നടക്കുന്ന പല കാര്യങ്ങൾക്കെതിരെയും പല ആളുകൾക്ക് പ്രതിഷേധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ ജീവനെ പേടിച്ചിട്ടാണ് പല ആളുകൾ പ്രതികരിക്കാത്തത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ആളുകൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും സംഭവത്തിനെതിരെ പ്രതികരിക്കണമെങ്കിൽ അവർ ഉടനെ AI വീഡിയോ എടുക്കും, ഒരു ആർട്ടിഫിഷ്യൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ആ മനുഷ്യനെ കൂടി സംസാരിപ്പിക്കും, മന്ത്രിമാരെയും മറ്റ് സിസ്റ്റങ്ങളെയൊക്കെ ചോദ്യം ചെയ്യും. അപ്പോൾ 2020 തമിഴ്നാട്ടിലെ ഈ നീറ്റ് 2020 കോവിഡ് സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ നീറ്റിൻ്റെ പ്രഷർ താങ്ങാൻ പറ്റാതെ, ആ ഒരു പരീക്ഷയുടെ പ്രഷർ താങ്ങാൻ പറ്റാതെ കുറച്ച് കുട്ടികൾ ആത്മഹത്യ ചെയ്തായിരുന്നു. അപ്പോൾ സൂര്യ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ നീറ്റ് പരീക്ഷ ഒരു സാമൂഹിക അനീതി എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യ എന്നുള്ളത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യത്ത്, പല പല ലാംഗ്വേജുള്ള രാജ്യത്ത് എല്ലാവരും ഡോക്ടറാകാൻ വേണ്ടി ഒരു എൻട്രൻസ് പരീക്ഷ നടത്തുക എന്നത് ശരിക്കും ആ ഒരു മോശമായ അല്ലെങ്കിൽ ഒരു അന്യായമായ ഒരു കാര്യം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം സമൂഹത്തിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻട്രൻസ് കോച്ചിങ് സെൻ്ററിൽ പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ അതുപോലത്തെ രീതിയിലുള്ള കോച്ചിങ് കിട്ടാത്ത ആളുകളുണ്ട്. അപ്പോൾ സമൂഹത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ആളുകളുടെ ഡോക്ടർ ആകണമെന്ന് ആഗ്രഹം ഈ ഒരു പരീക്ഷ തച്ചുടയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ ബാൻ ചെയ്യണമെന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പം സോഷ്യൽ സാമൂഹികമായ തിന്മകൾക്കെതിരെ ശബ്ദം ഉയർത്തുക എന്നാണ്. അതുപോലെ സൂര്യയുടെ ഭാര്യ ജ്യോതിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അമ്പലങ്ങൾക്ക് സംഭാവന നൽകുമ്പോൾ തന്നെയാണ് ഈ അതേ ഇമ്പോർട്ടൻസ് സംഭാവന നൽകുമ്പോൾ അതേ ഇമ്പോർട്ടൻസ് തന്നെ വിദ്യാലയങ്ങൾക്കും അതുപോലെ ആശുപത്രികൾക്കും കൊടുക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു. അത് ശരിക്കും അമ്പലങ്ങൾക്കും ഒരു റിലീജിയനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ അത് ശരിക്കും ചില പാർട്ടിക്കാർക്ക് അത് കൊള്ളേണ്ട രീതിയിൽ കൊണ്ടായിരുന്നു ശരിക്കും. എന്ന് പറഞ്ഞാൽ ശരിക്കും മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മതങ്ങളെന്ന് പറയുന്നത് ശരിക്കും രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു ടൂളാണ്. എന്ന് പറഞ്ഞാൽ മതങ്ങളെ വെച്ച് ആളുകളുടെ വികാരങ്ങൾ എടുക്കുക, വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ 3 സംഭവങ്ങളുണ്ട്. 3 സംഭവം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഒരു അല്പം കോമൺ സെൻസ്, രണ്ടാമത്തെ കാര്യം മനുഷ്യൻ്റെ പരിണാമത്തിനെ കുറിച്ചുള്ള അറിവ്, മൂന്നാമത്തത് ശാസ്ത്രത്തിനെ കുറിച്ചുള്ള അറിവ്. ഈ 3 സംഭവങ്ങളുള്ള ഒരു മനുഷ്യനും ഒരു മതത്തിലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാവും ഇതെല്ലാം എല്ലാ മതങ്ങളും മനുഷ്യൻ നിർമ്മിച്ചെടുത്തതാണെന്ന കാര്യം മനസ്സിലാവും. അപ്പോൾ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുക എന്നതാണ്, അല്ലെങ്കിൽ അതിന് ശബ്ദം ഉയർത്തുക എന്നതാണ് സൂര്യയുടെ ഭാര്യ ജ്യോതി എന്നും കണ്ടുപിടിക്കാന്നുള്ള 5ാമത്തെ പാഠം. സൂര്യൻ നമുക്ക് അടുത്തതായി കണ്ടുപിടിക്കാന്നുള്ള പാഠം എന്ന് പറയുന്നത്, സൂര്യ സമൂഹത്തിൽ നല്ലൊരു ഇൻഫ്ലുവൻസ് ആണ് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ സിനിമയിലൂടെ ആയിരുന്നാലും ജീവിതത്തിലൂടെയുള്ള കാര്യം പറയുമ്പോൾ അഗറ ഫൗണ്ടേഷനെ കുറിച്ച് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പാവപ്പെട്ട സ്റ്റുഡൻസ് അതിലൂടെ പഠിച്ച് ജീവിതത്തിൽ വലിയ വലിയ നിലകളിലെത്തിയിട്ടുണ്ട്. അല്ലാതെ തന്നെ ഇപ്പോൾ 2013 ഈ HIV അവയർനെസ് ക്യാമ്പയിനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സൂര്യ അനുഷ്ക കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതായത് HIV എയ്ഡ്സിനെ കുറിച്ചുള്ള മിത്സുകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനാണ്. അതിൽ അനുഷ്ക പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് HIV-കാരോട് ഇടപെടുമ്പോഴും അവരോട് ഫുഡ് ഷെയർ ചെയ്യുമ്പോഴൊക്കെ HIV പകരും എന്നൊക്കെ സമൂഹത്തിൽ ഒരുപാട് മിത്സ് ഉണ്ട്. അതൊക്കെ അതിനെക്കുറിച്ച് കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ക്യാമ്പയിനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സേവ് ദ ടൈഗേഴ്സ് പോലത്തെ ക്യാമ്പയിൻ, അതുപോലെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ, അതുപോലത്തെ ഇനി സിനിമകളുടെ കാര്യം പറയുകയാണെങ്കിൽ സുർ റിപ്പോർട്ടർ, വാരണമായിരം, ജയ് ഭീം പോലത്തെ സിനിമകളൊക്കെ നല്ല നല്ല മെസ്സേജുകളാണ് സമൂഹത്തിൽ കൺവേ ചെയ്യുന്നത്. ഇനി ജനറലായിട്ട് 2-3 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ശതമാനം ആളുകളെന്ന് പറഞ്ഞാൽ പട്ടിണി എന്ന് പറഞ്ഞാൽ നാളത്തെക്കുറിച്ചുള്ള ആശങ്കയാണ്. നാളത്തേക്കുള്ള വരുമാനം എവിടെ നിന്ന് കിട്ടും, അങ്ങനത്തെ പല ചിന്തകളിലും കഷ്ടപ്പെട്ടൊക്കെയാണ് ജീവിക്കുന്നത്. സാധാരണ കുട്ടികളൊക്കെ ആണെങ്കിൽ പലരും മാൽ ന്യൂട്രീഷനാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ പലരും ഈ ആവശ്യത്തിന് പോഷകം കിട്ടാതെ മാൽ ന്യൂട്രീഷൻ വരികയും പല കുട്ടികൾ മരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ ജനങ്ങളിലെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ദൈവം എവിടെയെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ അത്തീസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ, അഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ ദൈവം ഉണ്ടോ ഇല്ലെന്ന കാര്യം അറിയില്ല. എന്ന് വെച്ചാൽ അവർ പലരും മതങ്ങളിൽ വിശ്വസിക്കുന്നില്ല, പക്ഷേ ദൈവം ഉണ്ടോ ഇല്ലെന്ന കാര്യം അറിയില്ല. അത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികളായ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടോ, ഇതെല്ലാം സംഭവിക്കുമ്പോൾ ദൈവം എവിടെയെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഹിറ്റ്ലർ എത്ര ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു, എത്ര കുഞ്ഞുങ്ങളെ കൊന്നു, അപ്പോൾ കുഞ്ഞുങ്ങൾ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ ദൈവം എവിടെയെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ തന്നെ പറയുന്നതാണ്, എൻ്റെ വീഡിയോ തന്നെ ഞാൻ പറയുന്നതാണ്. അത് പറയുന്നത് വെച്ചാൽ ഇനി അത് ഡിസ്കസ് ചെയ്യുന്നതാണ്, ദൈവം ഉണ്ടോ ഇല്ലേ. ചില ആളുടെ ചോദ്യം ഇപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കൊച്ചുകുട്ടികൾ ഒരു തെറ്റ് ചെയ്യാത്തവർക്ക് ബോൺ ക്യാൻസറും ഓട്ടിസം പോലത്തെ രോഗങ്ങളൊക്കെ വരുന്നൊരു ചോദ്യമുണ്ട്. അതിനുള്ള മറുപടി ഞാൻ പറയുന്നതാണ് ഈ വീഡിയോയിൽ. അത് സാധാരണ ചിലപ്പോൾ എൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ദൈവം എന്നൊരു സങ്കല്പമാണ്, ദൈവം ഇല്ലാതെ ചിലപ്പോൾ അല്ല, അങ്ങനെ ഉത്തരം എന്താണെന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ സാധാരണ ഈ മതങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമുക്കത് കിട്ടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ പല ആളുകൾക്ക് പലതാണ്. ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ പലതും അവസ്ഥകളാണ്. വേറൊരു കൂട്ടം ആളുകൾക്ക് അള്ളാഹുവോടെ 72 കന്യകുമാരെയും തേനിൻ്റെ പുഴ, പാലിൻ്റെ പുഴ, മദ്യത്തിൻ്റെ പുഴ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരു കൂട്ടം ആളുകളാണെങ്കിൽ മരിച്ചു കഴിഞ്ഞ് ബ്രഹ്മത്തിലോട്ട് അലിഞ്ഞു ചേരും. വേറൊരു കൂട്ടം ആളുകളാണെങ്കിൽ പുരുഷനാണെങ്കിൽ നേരെ മോക്ഷം പ്രാപിക്കും, സ്ത്രീ ആണെങ്കിൽ പുരുഷ ശരീരത്തിൽ പുനർജനിപ്പിച്ച് മോക്ഷം പ്രാപിക്കണം. ആ പല മതങ്ങളും പല ആളുകൾക്ക് പലതാണ് പറയുന്നത്. ഇന്ന് മാത്രമല്ല, ഈ കാര്യങ്ങൾക്കൊന്നും യാതൊരു തെളിവുമില്ല.
അപ്പം ഞാൻ പറയും, നിങ്ങൾ ഭൂമിയിൽ ഒരു അപകടത്തിൽ പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഭൂമിയിൽ ഇപ്പം നരകം ജീവിക്കണം അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കി കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഒരു തരത്തിൽ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളെ കാണാം. നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ ഇരിക്കേണ്ട ഒരാളാണെങ്കിൽ ആ ഒരാളെ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന നിങ്ങളെ ആര് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നോ അല്ലെങ്കിൽ ആര് നിങ്ങളെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷിച്ചോ അതാണ് യഥാർത്ഥ ദൈവം. അല്ലാതെ വേറെ ഒരു ദൈവവും വന്നിട്ട് സൂപ്പർമാനെ പോലെ പറന്നു വന്നതാ നിങ്ങളെന്ന് രക്ഷിക്കുക, അങ്ങനെ ഒരു സംഭവമില്ല. ആ ഒരു സെൻസിൽ നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ സൂര്യ എന്ന മനുഷ്യൻ ഒരു ദൈവ തുല്യനായ മനുഷ്യനാണെന്ന് ഞാൻ പറയും. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ കേസ് പറയുകയാണെങ്കിൽ, ഞാനിവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നതിന് ശേഷം ഞാൻ എൻ്റെ ആദ്യത്തെ ട്രൈമസ്റ്റർ ഒരു സബ്ജക്റ്റ് ഏകദേശം തോക്കാറായി വരികയായിരുന്നു. തോക്കുമെന്നൊരു ചിന്തയിലായിരുന്നു. ആ സമയത്ത് ഇവിടെ എന്നെ ഒരു പരിചയമില്ലാത്ത ഒരു മുൻപരിചയമില്ലാത്ത എൻ്റെ ക്ലാസ്മേറ്റ് ഒരു കൂട്ടുകാരൻ സായിപ്പാണ്. അവ എന്നെ സഹായിച്ച് എക്സാമിന് സഹായിച്ചല്ലേ, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനും അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ സഹായിച്ച് എങ്ങനെയോ ആ സബ്ജക്റ്റ് പാസ്സായി. ഞാൻ ആ വിഷയം തോറ്റു പോയിരുന്നെങ്കിൽ 2,50,000 രൂപയായിരിക്കും എൻ്റെ പിന്നെ അടയ്ക്കേണ്ടി. അതിൻ്റെ കൂടെ വിസയുടെ കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ട്. ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം 2,00,000 രൂപ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ മാസങ്ങളോളം ജോലി ചെയ്യണം. 20 മണിക്കൂർ 40 മണിക്കൂർ എത്ര മാസം ജോലി ചെയ്താലാണ് ആ ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്നെ ആ ഒരു തോൽവിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വളരെ മോശം സാഹചര്യത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു പയ്യൻ. അപ്പോൾ ആ ഒരു കേസിൽ അവനാണ് ദൈവം. അപ്പോൾ നിങ്ങളൊരു ഒരു അപകടത്തിന് അല്ലെങ്കിൽ നരകിച്ച് ജീവിക്കേണ്ട നിങ്ങളെ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഭൂമിയിൽ നരകയാതന അനുഭവിച്ച് ജീവിക്കേണ്ട നിങ്ങളെ കൈപിടിച്ച് ഒരു നല്ല നിലയിലെത്തിച്ചു. നിങ്ങളുടെ ഭൂമിയിലെ ജീവിതം ആര് നന്നാക്കി? ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തതാര്? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്കൊക്കെ ഓരോ അസുഖങ്ങൾ വന്ന് മരിച്ചു പോകേണ്ട ആളുകളാണ്. സത്യം പറഞ്ഞാൽ ഒരു 100 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ ജനസംഖ്യ ഇത്രയൊന്നുമില്ല. നമ്മളൊരു നൂറ്റാണ്ടുകൾ മുമ്പ് നോക്കുകയാണെങ്കിൽ ഓരോ അസുഖങ്ങൾ വന്നും പല വ്യാധികൾ വന്നും കുഷ്ഠരോഗം പോലത്തെ അസുഖങ്ങളൊക്കെ വന്ന് പല ആളുകളും മരിച്ചു പോകും. അപ്പോൾ ഈ അസുഖങ്ങളൊന്നും നമുക്ക് വരാതിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല അസുഖങ്ങൾ വരാതിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് വാക്സിനേഷൻ എടുത്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ വാക്സിനേഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരാരാണ്? അവരാണ് ദൈവം. അങ്ങനെയാണ് ദൈവത്തെ മനസ്സിലാക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ മഹത്വം തീരുമാനിക്കുന്ന അയാൾക്ക് എത്ര ഹൈറ്റ് ഉണ്ടെന്നോ അയാളുടെ ഗ്ലാമർ എത്ര ഉണ്ടെന്നുള്ളതല്ല. അയാൾ ഈ ഭൂമിയിലെ സമൂഹത്തിന്, സഹജീവികൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിലാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ പല താഴെത്തട്ടി നിൽക്കുന്ന ആളെ മുന്നോട്ട് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ നരകിച്ച് ജീവിക്കേണ്ട ആളുകളെ കൈപിടിച്ച് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യരാരാണോ അവരാണ് ദൈവതുല്യരായ മനുഷ്യരെന്ന് മനസ്സിലാക്കുക. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അല്ലെങ്കിൽ ഹൈറ്റിൻ്റെയും കളറിൻ്റെയും പേരിൽ മനുഷ്യരെ തമ്മിൽ വേർതിരിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നൊരു ആശയം പങ്കുവെച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.